നല്ലോണം പ്രാർത്ഥിച്ച മുട്ടേ, എന്ത് പ്രാർത്ഥിച്ചാലും അത് അപ്പ അതിന് മറുപടി തരണ അത്ര ശക്തിയുള്ള അമ്പലമാ. പണ്ട് ഞങ്ങളൊക്കെ സ്കൂളിൽ പോകുമ്പോഴത്തേക്കും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടേ പോവുള്ളൂ. അമ്മ പറയും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഭഗവാനോട് പറഞ്ഞിട്ട് പോവാൻ. പണ്ട് നമ്മള് സ്കൂളിൽ പോകുമ്പോ എന്ത് രസമായിരുന്നു ചേച്ചി. സത്യം. കൊറേ പോണ വഴിക്കൊക്കെ മാങ്ങയും പെറുക്കി പുളിമിഠായിയും തിന്ന് മഴയത്ത് നനഞ്ഞ് സ്കൂളിൽ പോണത് അതൊരു കാലം. അതൊരു കാലമായിരുന്നു. ഇപ്പോഴത്തെ പിള്ളേർക്ക് എന്തുണ്ട് ഈ നമുക്കും അതൊക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ കാലഘട്ടത്തിൽ അത് വേറെ തരത്തിലാണെന്നേ ഉള്ളൂ. ഈ ഫേസ്ബുക്കും വാട്സപ്പും അല്ലേ. പിന്നെ നമ്മൾ അതിൽ നിന്നൊക്കെ പുറത്ത് കടക്കാറുണ്ട്. എല്ലാം വേണം, അത്രേ പറഞ്ഞുള്ളൂ. ചെന്നിട്ട് ഇനി തുണി കഴുകാനുണ്ട്. അയ്യോ, ആണോ? ദാസർക്കനല്ലേ ലല്ലു? ഒരു പണിയില്ലല്ലേ ഇവന്? തെക്കോട്ടും വടക്കോട്ടും ഈ നടപ്പാണ്. സത്യം. ശരിക്കും ഒരു വായി നോക്കി തന്നെയല്ലേ. അതിലും വലിയ വായി നോക്കിയാന്ന് തോന്നണം അവന്റെ പുറകിലിരിക്കണവൻ. അതിന് കണ്ടിട്ടേ പോലും ഇല്ല. അവൻ എങ്ങോട്ടെങ്കിലും പോയിക്കോട്ടെ, നിങ്ങക്ക് എന്താണ്? വല്ലവന്റെ മുഖത്തല്ല, റോട്ടിൽ നോക്കി വണ്ടി ഓടിക്കണം. അതേ ഞങ്ങൾ പറഞ്ഞുള്ളൂ. നടക്ക് മുത്ത എങ്ങോട്ട്? റോഡാണ്. പോ. ഇവിടെ കൊണ്ട് ഞാനൊരു സ്ഥലത്ത് വരില്ല ഇനി. കാര്യം പറ, എനിക്ക് പോയിട്ട് ധൃതിയുണ്ട്. ധൃതിയൊക്കെ എനിക്ക് ഒരു 10 മിനിറ്റ് നീ ഇറങ്ങ്. കാര്യം പറയണേ. നീ ഒരു കാര്യം പറയാണ്ട് നീ ഇറങ്ങ്. പറ. എടാ, നീയല്ലേ പറഞ്ഞേ നീയും അവളും തമ്മിൽ ഭയങ്കര പ്രണയത്തിലാണെന്ന്? നമ്മൾ പ്രണയത്തിലാണ്. കുഴപ്പമെന്ത്? അതൊക്കെ പ്രണയത്തിലാണ്. പക്ഷെ നിനക്ക് അവളുടെ സ്നേഹമുണ്ട്, അത് സത്യം. പക്ഷെ അവക്ക് നിന്റെ അടുത്ത് സ്നേഹമുണ്ടെന്ന് എനിക്ക് തോന്നണില്ല. വേഗ്ദാസേ, എടാ, എനിക്ക് അവളുടെ അടുത്ത് 100 ഇരട്ടി സ്നേഹമുണ്ട്. അതുപോലെയാണ് മുത്തിനും ഈ ലല്ലുടെ 100 ഇരട്ടി സ്നേഹമുണ്ട്. അതിനെ വെച്ച് നീ നോക്കല്ലേ. 100 ഇരട്ടി സ്നേഹമൊക്കെ ഉണ്ട്. പിന്നെ 2-3 ദിവസം കഴിഞ്ഞിട്ട് അളിയാ അവൾ എന്നെ തേച്ച് എന്ന് പറഞ്ഞ് എന്റെ അടുത്ത് വരരുത്. അന്തര നീ അങ്ങനെ സംസാരിക്കുന്നത്? ഇല്ല, ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. വാ, നിനക്ക് തിരക്കെന്നല്ലേ പറഞ്ഞ. അല്ല, നില്ല്. തിരക്കൊക്കെ അവിടെ നിൽക്കിട്ട് നീ ഈ കാര്യത്തിനൊരു പൂർണ്ണതണ്ടാക്കിട്ട് പോ. എടാ, സത്യം പറഞ്ഞ ഈ പെണ്ണുങ്ങളെയൊന്നും വിശ്വസിക്കാൻ കൊള്ളൂല. ഇപ്പൊ എന്റെ കാര്യം തന്നെ നോക്ക്. ഞാൻ 3ാമത് സ്നേഹിച്ച അവള് എന്നെ ഇപ്പൊ ഇട്ടിട്ട് പോയി. അല്ല, അതിനിപ്പോ എന്ത് കുഴപ്പമെന്ത്? എടാ, അത് മാത്രമല്ല, അവക്ക് നിന്റെ അടുത്തുള്ള ആറ്റിറ്റ്യൂഡൊന്നും അത്ര ശരിയല്ലെന്ന് എനിക്ക് തോന്നുന്നത്. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യണമെന്ന്? അവക്ക് നിന്റെ അടുത്തുള്ള ഇഷ്ടം സത്യമാണോ അല്ലേന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കാം. അതിനുള്ള വഴിയാണ് ഞാൻ പറഞ്ഞു വന്നത്. അവക്കൊരു അലവലാതി അങ്കിളില്ലേ, ഈ പണിയെന്ന് പറഞ്ഞിടത്തൊരു മെക്കാനിക്ക്, റൊണാൾഡോ. പുള്ളിയുടെ നമ്പർ ഇതാ. എന്റെ അളിയെ ഈ നമ്പറൊക്കെ തന്നു കഴിഞ്ഞാൽ ഭയങ്കര ഏണിയാവേ. എടാ, ഏണി ആവാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കിടന്ന് കഷ്ടപ്പെടുന്നത്. അതെങ്ങനെ? എടാ, അവക്ക് നിന്റെ അടുത്തുള്ള ഇഷ്ടം സത്യമാണെന്ന് അറിയണ്ടേ? അതിന് കുറച്ച് പരിപാടികളൊക്കെ എനിക്ക് എൻ്റെ ഒരു ഐഡിയ ഉണ്ട്. പക്ഷെ അതിന് കുറച്ച് ചെലവൊക്കെ ഉണ്ട്, അത് നീ തരണം. എടാ, ചെലവൊക്കെ എത്ര വേണോ ചെയ്യാം. എന്റെ മുത്തിന് വേണ്ടിട്ടല്ലേ ഞാൻ ചെയ്യും. ഓക്കെ, ഞാൻ റൊണാൾഡോ അളിയന്റെ അടുത്ത് പറയാൻ പോകുന്ന കാര്യം നീ നിന്റെ ചേച്ചി അടുത്ത് പറഞ്ഞ് വിശ്വസിപ്പിക്കണം. സുലു ചേച്ചി? അതെ, തക്ക പറഞ്ഞ് വിശ്വസിപ്പിക്കാം. ഓക്കെ അല്ലേ? അത് മതി. ഞാനേറ്റ് ഈ വണ്ടി പിന്നളിയ അവള് നിന്നെ നിരന്തരമായിട്ട് വിളിച്ചോണ്ടിരിക്കും. എടുക്കരുത്, ചത്താലും ഫോൺ എടുക്കരുത്. ശരി. എന്നെ മനസ്സിലായില്ലേ? ഗോകുൽദാസ്, ചന്ദ്രദാസ്, വിവേക് ദാസ്. വിവേക് ദാസ്. ഇത്ര ആളെല്ലാം കണ്ടിട്ട് ചേട്ടനെ കാണാനില്ലല്ലോ. എന്നെ എങ്ങനെ കാണാൻ പറ്റൂ? ഞാൻ രാവിലെ വർക്ക്ഷോപ്പിൽ പോയാൽ വൈകിട്ടല്ലേ വരൂ. അതല്ല, മൊത്തത്തിലേ കാണാനില്ലല്ലോ. ഒന്ന് മൊത്തത്തിലെ കാണാന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ ആവശ്യമില്ലാതെ വീട്ടിൽ നിന്ന് വിളിക്കിറങ്ങത്തില്ലല്ലോ. ആണോ? എന്തേ? അല്ല, എന്റെ വണ്ടിയിലെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എപ്പോ വർക്ക്ഷോപ്പിൽ വരണമെന്ന് അറിയാൻ വേണ്ടി വന്നു. വണ്ടിക്കോ? എടാ, വർക്ക്ഷോപ്പിൽ ഇപ്പൊ തിരക്ക് പിടിച്ച പണി നടക്കുക. നീ ഒരു കാര്യം, വെള്ളിയാഴ്ച ഉണ്ടോ? അയ്യോ, വെള്ളിയാഴ്ച പറ്റത്തില്ല. നാളെ കൊണ്ടുവരട്ടെ. നാളെ? നീ വെറുതെ വീട്ടിൽ ചോറ് നിന്നാ ചിക്കിലിപ്പട്ടയും കളിപ്പിച്ചിരിക്കല്ലേ? വെറുതെ ഇരിക്കുമ്പോ അങ്ങോട്ട് പോവാ. വെള്ളിയാഴ്ച ഉണ്ടോ? വെറുതെ ഒന്നല്ല, എനിക്ക് അവന്റെ കൂടെ പുറത്തു പോകാനുള്ളതാ. ഏതവന്റെ കൂടെ? ലല്ലുവിന്റെ കൂടെ. അവിടെ പോകുന്നു. കുറെ സാധനങ്ങളൊക്കെ. അതപ്പോ അതറിയത്തില്ല. എന്ത്? അവൻ ദുബായി പോവേല്ലേ? എങ്ങനെ? അവൻ ദുബായി പോവേല്ലേന്ന്. എന്നിട്ട് വീട്ടിലാരും പറഞ്ഞ് അറിഞ്ഞില്ലല്ലോ. അവരുടെ ചേച്ചിയൊക്കെ പറയണ്ടാണല്ലോ. സത്യം പറഞ്ഞ അവന് ഒരുപാട് ശത്രുക്കളുള്ളല്ലേ, അതുകൊണ്ട് അവൻ ആരടുത്തും പറഞ്ഞിട്ട്. ഇപ്പൊ ഞാനായിട്ട് പറഞ്ഞെന്ന് വേറെ ആരുടെ നിന്ന് പറയരുത്. പ്രത്യേകിച്ച് എന്റെ അടുത്ത് ഒരാൾ ഒരു രഹസ്യം പറഞ്ഞിട്ട്
ഇനി അത് ആരോടും പറയരുതെന്ന് പറഞ്ഞാ ഞാൻ പിന്നെ പറയത്തതേ ഇല്ല. ഞാൻ മറന്ന് ലല്ലു എവിടെ പോന്നെന്ന് പറഞ്ഞു അതുവരെ ഞാൻ പറഞ്ഞു പറയത്തില്ല കേട്ടോ. അപ്പൊ നീ വിളിച്ചിട്ട് കൊണ്ടോ, എന്നെ വിളിച്ചിട്ട് വന്നാൽ മതി. പുറംപണിയാണെന്നുണ്ടെങ്കിൽ ഞാൻ അകമ്പണിക്ക് കാണത്തില്ല. അകമ്പണിയാണെങ്കിൽ മാത്രം അകത്ത് വെച്ച് പണിയാൻ പറ്റും. പുറംപണിയാണെങ്കിൽ പുറത്ത് വെച്ച് പണിയേണ്ടി വരും. മനസ്സിലായില്ലേ? മനസ്സിലായി. അപ്പൊ എവിടെ പോന്നെന്ന് പറഞ്ഞു? ദുബായ്. കേട്ടോ അതുവരെ മറന്നു. അപ്പൊ ശരി. ആ നോക്കട്ടെ എന്റെ പൊന്നെ എന്തുവല്ലേ സ്വർണം അടുക്കിട്ടേക്കുവാണേ. ഇങ്ങനെയൊക്കെ ഉണ്ടാവോ ശരിക്കും? പിന്നെ ഉണ്ടാവത്തില്ലേ? എനിക്ക് അങ്ങനെ ഇതൊക്കെ വരവായിരിക്കും കൂടി. ഇപ്പൊ പെണ്ണുങ്ങളൊക്കെ കല്യാണത്തിന് വരവും മാലയും അതുണ്ട്. പക്ഷെ ഇതൊന്നും സൂക്ഷിച്ചു നോക്കിയ ഇത് വരവാണോ? ഇത് നല്ല കാശുകാരന്റെ മോളാ. പിന്നെ എന്നെ കണ്ടാ തന്നെ അറിയത്തില്ല. കയ്യിലെ വളം നോക്കിയടി, പുക്കുറ്റി പോലെ ഇട്ടിട്ട് പുട്ടുകുറ്റി പോലെ. എന്റെ കർത്താവേ. ചേച്ചി ഇതൊക്കെ ഒറിജിനൽ സ്വർണം തന്നെ. കാരണം ഇവരൊക്കെ ചെറുതിലേ തൊട്ട് തന്നെ പെമ്മക്കളാന്ന് അറിയുമ്പോഴത്തേക്ക് സ്വർണം വാങ്ങിച്ച് കൂട്ടി വെക്കുന്ന ആളുകളാണ്. അല്ലാതെ നമ്മളെ പോലെയല്ല. എന്റെ മോളെ എന്നാലും കൊള്ളാം. കാപ്പവൻ നമ്മളെ കൊണ്ട് മേടിക്കാൻ പറ്റണുണ്ട്. ഇവിടെ സയ്യുന്റെ കമ്മലില്ലേ, ഒരു മുട്ടുകമ്മലില്ലേ, അതിന്റെ തട പോയേ. എന്നിട്ട് ഞാൻ എത്ര നാളായിട്ട് ഏട്ടനോട് പറയാന്നറിയാം, അതൊന്നും മാറ്റാന്ന്. എവിടെ? അടുത്ത മാസം ചെറിയൊരു സമയമാകുമ്പോ മാറാടെ. ഇപ്പൊ ഈ പറഞ്ഞ ഇപ്പൊ അവിടെ കമ്മൽ ഇടുന്നുണ്ടല്ലോ. ഇപ്പൊ സ്വർണം തന്നെ വേണമെന്ന് മസ്റ്റൊന്നും ഇല്ലല്ലോ. എന്തെങ്കിലും കൊണ്ട് പോണം. എന്റെ പൊന്ന് കനക, ഉണ്ടപ്പോ എന്തെങ്കിലും ഇച്ചിരി മേടിച്ചു വെച്ചാൽ അതുണ്ടാകും. ഇവിടെ ഒന്നല്ല 3 പെണ്ണുങ്ങളാ വളർന്നു വന്നത്. ഈ പെണ്ണിനൊക്കെ ഞാൻ എന്ത് ചെയ്യൂന്ന് എനിക്കറിയാൻ പാടില്ല. ഞാൻ ഇപ്പൊ ആലോചിക്കുകയാണ് എന്താ എന്റെ കാര്യം പറയാതെ. ഇപ്പൊ എനിക്ക് സമാധാനമായിട്ടില്ല. ഞാൻ എന്ത് പറയണത്? നിന്നോടല്ല പറയണത്, നിന്റെ ഡാഡിനോടാ ശരിക്കും പറയേണ്ടത്. ഇങ്ങനെ ചൂടില്ലാത്തൊരു മനുഷ്യൻ. അതേ കിടക്കണ ഈ മാല കണ്ടോ, ഇതുണ്ട്, ദേ കമ്മലുണ്ട്, പിന്നെ എന്താണ് പറയാൻ പറ്റത്തൊന്നുമില്ല. ചിലപ്പോ ക്ലീറ്റോ ചേട്ടൻ എവിടെയെങ്കിലും ഒക്കെ പൈസ ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിലോ. ഏത് കാലഘട്ടത്തില് ജീവിക്കും? എന്ത് കാലഘട്ടത്തില്? ഈ സ്വർണം നോക്കി വരാത്ത ഒരാളിനെ കെട്ടിയാ മതി. സ്വർണം നോക്കി വരാത്ത ആരാ ഉള്ളത്? നിന്നെ കെട്ടിച്ചുവിടുമ്പോ വെറുതെ അങ്ങ് കെട്ടിച്ചു വിട്ടാ മതി. വെറുതെ കെട്ടിച്ചുവിടും. എങ്ങനെ അത് ഞാൻ അവളുടെ കാര്യം അവള് സ്വന്തം നോക്കിക്കോളും. പഠിച്ച് എവിടെയെങ്കിലും ഒക്കെ നല്ല ജോലിയൊക്കെ കിട്ടി അവൾ അങ്ങനെ സെറ്റ് ആവും. അതെ, അഥവാ ഒരു ചെറുക്കന് സെറ്റ് ആയില്ലെങ്കിൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പരസ്യം കൊടുക്കും. എനിക്ക് ഇത്ര വയസ്സുണ്ട്, ഡോക്ടറാണ്, സുന്ദരിയാണ്, സ്വർണ്ണമൊന്നും ഇല്ല, അങ്ങനെയാണെങ്കിൽ വരണം. അപ്പൊ വരും രാജകുമാരൻ. വരും. ഞാനിപ്പോ സ്വർണ്ണം ഇല്ലാതെ കെട്ടണവരെ കെട്ടിയാൽ മതി. കെട്ടണമെന്ന് നിർബന്ധമൊന്നും ഇല്ലല്ലോ. കെട്ടില്ലെങ്കിൽ ആരും തൂക്കിയൊന്നും കൊല്ലത്തില്ലല്ലോ. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾക്ക് ആദ്യത്തെ ഒരു കല്യാണം കൂടേണ്ടതാ. എടാ പറഞ്ഞു കേട്ടാ, കെട്ടിയില്ലെങ്കിൽ തൂക്കിക്കൊല്ലൂലെന്ന്. ഇവിടെ മനസ്സിലിരിപ്പുണ്ടോ? എന്താ അത് ആരേലും കെട്ടരുത്. ഒന്നെങ്കിൽ ഇഷ്ടമുള്ള ഒരാളെ കെട്ടണം, അല്ലെങ്കിൽ കെട്ടാനേ നിക്കരുത്. കെട്ടാനേ നിക്കരുതെന്നും പറഞ്ഞ് ഈ വീട്ടിൽ നിക്കാൻ പറ്റൂല. ഒരാള് എല്ലാം കിട്ടിയോടാ? എല്ലാം കിട്ടി. സാധനം മേടിക്കാൻ പോയതിന്റെ കൂട്ടത്തിൽ ഒരു ചൂട് ന്യൂസ് കൂടെ കിട്ടി. അപ്പൊ റൊണാൾഡെങ്കിലും തുടങ്ങിയ പരദൂഷണം പെൺപിള്ളേരപ്പോ. ഓ, അവിടെയും പെണ്ണുങ്ങൾക്ക് കുറ്റം. നീ പെണ്ണല്ലേ? ഞാനാണ് എന്ത് ഗാ 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 എന്തോ ന്യൂസ്? ഞാൻ നുണയൊന്നും പറയത്തില്ല. ആദ്യമേ കിട്ടിയ ചൂട് ന്യൂസ് അങ്ങോട്ട് വെള്ളം പറ്റാ. അത് കഴിഞ്ഞ് ചർച്ച. താഴെയിലെ സുലിച്ചേച്ചിയുടെ പുന്നാര ആങ്ങളില്ലേ, ആ വായി നോക്കി ലല്ലു, അവൻ ദുബായിക്ക് പോകും. ആന്നേ. എന്തിന്? അവിടെയൊക്കെ മണലാരണ്യത്ത് കുറച്ച് മണൽ തൂക്കിയെടുക്കാനായിട്ട് ജോലി തേടി പോകുന്ന 2 ദിവസത്തിനുള്ളിൽ വിസ റെഡിയാവുന്നു. ചേച്ചി ഒരു വാക്ക് പറഞ്ഞില്ലല്ലോടി. എന്റെ പൊന്നെ, ഞാൻ രാവിലെയും കൂടെ കണ്ടതാ സുരിച്ചേച്ചീനെ. കാണട്ടെ, ഇതെന്തായാലും ചോദിക്കണോടി. അതൊക്കെ അറിഞ്ഞു. ശരി, ഇതെന്തായാലും ചോദിക്കണോടി, ഇതെന്തായാലും ചോദിക്കും. നിങ്ങള് പഞ്ചായത്തിലെ മികച്ച കുടുംബശ്രീകളല്ലേ, എന്നിട്ട് ഇതൊന്നും ഡിസ്കസ് ചെയ്തില്ലേ? എനിക്ക് എന്തിനാ? അവരൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ പറയാൻ വെച്ചല്ലേ പറയില്ല. നമ്മളോട് പറയേണ്ടതല്ലേ അത്? പിന്നെ പറയാൻ തോന്നില്ല, പറഞ്ഞില്ല. ഒന്നുമല്ല, നിങ്ങൾ തർക്കിക്കണത് നല്ലൊരു കാര്യമല്ലേ. അവൻ പോയി എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ട് ഞാൻ എന്റെ പേര് പരാതി പറയാൻ പോണത്. നമ്മുടെ ഒരു കാര്യം ഇനി പറയണ്ട. അങ്ങനെ കൊള്ളില്ലല്ലോ. എത്ര അടുത്തിരുന്നുണ്ടെന്ന് ഒരു വാക്ക് പറയായിരുന്നു. കാണിച്ചു കൊടുക്കാം, ഇനി കാണിച്ചു കൊടുക്കാം. അവര് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം അറിഞ്ഞ സുൽച്ചേച്ചി എടുത്ത് പറയാന്ന് പറഞ്ഞ് ഓടും. അത് അവർക്ക് എന്തെങ്കിലും വരുമ്പോ നമുക്ക് വിഷമല്ലേ. ഇതൊരു നല്ല കാര്യമില്ല. എന്നിട്ട് പോലും ഞാൻ മുടക്കിയാലോ എന്ന് വിചാരിച്ചായിരിക്കും നമ്മളെങ്ങനെ മുടക്കാനാ. അവന്റെ വീഡിയോ വല്ല കേസ് കൊണ്ടോ ആരും അറിയാതെ രക്ഷപ്പെടുത്തുള്ള പരിപാടി ആയിരിക്കും. അങ്ങനെയുള്ളവര് കേസുള്ളവർ ആരും ഞാൻ പറഞ്ഞ സാധനങ്ങൾ കായപ്പൊടി കിട്ടില്ലെന്ന് പറഞ്ഞേ. കിട്ടി.
ആരടാ? എടാ മുത്തി കിടന്ന് വിളിക്കണടാ. എടുക്കരുത്. എടാ, അങ്ങനെ പറഞ്ഞ അങ്ങനെ ഇതും കൂട്ടി 100ാമത്തെ കോളാണ് പറഞ്ഞത്. ആക്രാന്തം കാണിക്കല്ലേടേ. നിനക്കത് പറയാം. ഒരു വിധത്തിലാണ് സെറ്റ് ചെയ്ത് എടുക്കുന്നത്. അല്ലെങ്കിൽ നിനക്ക് ഈ കളർഫുൾ ഷർട്ടും ഈ കൂളിംഗ് ഗ്ലാസ്സുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇതാ പറയുന്നത്, നീ പെൺവിഷയത്തിൽ ഭയങ്കര ഉഴപ്പാണ്. പെൺവിഷയോ? പെൺവിഷയമല്ല, പ്രണയ വിഷയം. ആ എടാ, ഇതുപോലെ ഒരുപാട് കോളുകൾ ഇനിയും വരും. പ്രണയിക്കുന്നവരുടെയിൽ ഇത് വെറും ബാലപാഠങ്ങൾ മാത്രം. നിനക്കത് പറയാളിയാ. ഇതിപ്പോ നീ പറഞ്ഞു ഇതിപ്പോ ഉള്ളതില്ലാതാവണ ലക്ഷണമൊക്കെ കാണുന്നുണ്ട് ഞാൻ. ഇത് കൊണ്ട് കേറുന്നു. ഇത് ആ റൊണാൾഡിന്റെ പണിയാ. അതാ ഈ തീ. എടാ, ഇനി ഒരുപാട് കാര്യങ്ങൾ നീ പഠിക്കാൻ കിടക്കുന്നേ ഉള്ളൂ. നീ വണ്ടി ഇടറേ. എനിക്ക് അറിഞ്ഞൂടാ ഇത് എവിടെ പോകുന്നുള്ളത്. ഞാൻ പറഞ്ഞു അലിടാ. പെട്ടെന്ന് പെട്ടെന്ന്. താക്കോലോണാണോ? ഇല്ല, വിളിച്ചിട്ടൊന്നും കിട്ടല്ല. നീ ഒന്ന് വിളിച്ചു നോക്കൂ. ആ എവിടെ പോയി ആന്റി? ഞാൻ വീട് വരെ പോയത്. ആ കുറെ ദിവസമായില്ലേ അങ്ങോട്ടൊക്കെ ഒന്ന് പോയിട്ട്. അങ്ങനെ പോയതാ. അങ്കം ഇല്ലേ മോളെ? ഉണ്ട്, അമ്മ അപ്പുറത്ത്. എല്ലാരും ഉണ്ടായിരുന്നു അവിടെ? ആ, എല്ലാരും ഉണ്ടായിരുന്നു. ആ ഇവിടെ എല്ലാരും ഉണ്ടോ? ഇവിടെ ഇല്ല, ഞാൻ അങ്ങോട്ട് പോയില്ലേ. ആ അല്ല, ലല്ലു ചേട്ടൻ ലല്ലു വന്നല്ലോ. അല്ല, അവിടെ ഉണ്ടായിരുന്നു. അവ ആള് കൂടുന്നിടത്ത് വരുമോ? അവ ഇന്ന് ഇവിടെയെങ്കിൽ നാളെ വേറെ എടുത്ത്, അങ്ങനെയല്ലേ. ഞാൻ പോട്ടാ മോളെ, രാവിലെ പോയതാണ്, കുറെ ജോലികളുണ്ട്. ഒരു പൂ തന്നാൽ നീ എൻ്റെ കൂടെ പോരുമോ? ഇപ്പൊ ഒരു ചന്തമുണ്ട്. മറ്റേതെല്ലാടും ഒരുമിച്ച് കൂടെ ഇരുന്ന് ചായ്. 2 പെണ്ണുങ്ങളുള്ള വീടാ. ഇതൊക്കെ ഒന്ന് തൂത്തുടച്ച് വെക്കും. അത് മാറിയിരിക്കുകയാണ്, അത് നേരെയാക്കി വെക്കും. ഒരു ഇതുമില്ല. ഏത് 2 പെൺപിള്ളായിരുന്നു? നീ നിന്റെ അമ്മേ. പിന്നെ ഇവിടെ ഇരിക്കുന്ന പൂ തുടച്ചു വയ്ക്കലല്ലേ വേണം. പൂവെന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതമായിട്ട് ഒരുപാട് അടുത്ത് നിൽക്കുന്ന ഒരു സാധനമാണ്. നമ്മൾ രാവിലെ തുറന്നിറങ്ങുമ്പോൾ പിരിഞ്ഞു നിൽക്കുന്ന പൂ കാണുമ്പോൾ എന്താ സന്തോഷം. അന്നോടെ ടെൻഷൻ മുഴുവൻ അത് ആകർഷിപ്പിക്കാനുള്ള ഒരു കഴിവ്. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട്. ഇത് കണ്ടിട്ട് എനിക്ക് എന്റെ ടെൻഷൻ പോണില്ലല്ലോ. ഇല്ലേ? കണ്ണടച്ചു തുറക്കും. അത് ടെൻഷൻ പോകരുതെന്ന് പറഞ്ഞ് വാശി പിടിച്ചു കഴിഞ്ഞാൽ അതൊന്നും മാറ്റാൻ പറ്റത്തില്ല. പൂവിന് അങ്ങനെയുള്ള ചില കഴിവൊക്കെ ഉണ്ട്. ഈ റൊണാൾഡോ അങ്കിളിനെ പ്രേമൊക്കെ ഉണ്ടായിട്ടുണ്ടോ? പ്രണയം എനിക്കാ പ്രേമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആര്? എന്റെ റോസ്മേരിയോട്. അല്ലാണ്ടാര്? അങ്ങനെയല്ല, പിന്നെ അതിന് മുന്നേ. ഏതിനു മുന്നേ? ഈ കല്യാണത്തിനൊക്കെ മുന്നേ, എന്റെ ഒക്കെ പ്രായത്തില്. കല്യാണത്തിന് മുന്നേ എന്റെ ആദ്യ പ്രണയം സ്കൂളിൽ പഠിക്കുമ്പോഴാണ്, 5ാം ക്ലാസ്സിൽ. ഞാനന്ന് 5ലാണെങ്കിലും 2-3 കൊല്ലം തോറ്റിട്ടാന്നല്ലോ ഞാൻ 5ലേക്ക് എത്തിയത്. അന്ന് എൻ്റെ ക്ലാസ്സിലെന്നല്ല, കൊടങ്ങാവള UP സ്കൂളിലെ ഏറ്റവും സുന്ദരി. അവിടെ പേര് കേട്ടാൽ തന്നെ നമുക്ക് ഇപ്പോഴും ഒരു കുളിരി വരും. എന്തായിരുന്നു പേര്? ഇസ. എന്റെ ഇസബല്ല. എന്റെ ഞങ്ങള് പ്രണയിക്കുന്ന സമയത്ത് അങ്ങനെ ആയിരുന്നു. എന്നിട്ട് പള്ളിപ്പരിപാടിക്ക് ഒരു പ്രാവശ്യം ഇവള് വന്നപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അതിനുമ്പോൾ സ്കൂളിൽ പഠിക്കുന്നതായിരുന്നു എനിക്കറിയത്തില്ല. അപ്പൊ ഞാനിങ്ങനെ നോക്കിയപ്പോ എൻ്റെ ഒരു കൂട്ടുകാരുണ്ട്, ചന്തു. ഞാൻ അവിടെ കൊച്ചു കൊള്ളാലോ, അവിടെ നമ്മുടെ സ്കൂളിലാണോ പഠിക്കുന്നത്. അവളൊന്ന് 3ലാണ്. 3ലോ? ഓ, അങ്ങനെ അന്നു മുതൽ ഞാൻ ഇസബെല്ലെ ശ്രദ്ധിച്ചു തുടങ്ങി. അങ്ങനെ 4ആയി, 5ആയി, ഞാൻ 5-ന്ന് 6ആയി, 7, 1 കൊല്ലോടെ വെയിറ്റ് ചെയ്ത്. അങ്ങനെ അവളിൽ പ്രേമത്തിന്റെ കാര്യങ്ങളൊക്കെ അറിവായ സമയത്ത് ചന്തുവിനോടാ, ഇത്ര വർഷം കൊണ്ട് പുറകെ നടക്കുക, നീ പോയി പറയടാ. സ്കൂളിൽ തല്ലിപ്പൊളിയാണെങ്കിൽ എനിക്ക് പെമ്പിള്ളാർ മുമ്പിൽ സംസാരിക്കാൻ അന്ന് വലിയ ധൈര്യമില്ലായിരുന്നു. ഇല്ല. അവസാനം ഞാൻ എന്ത് ചെയ്തു, അന്ന് വന്ന് എനിക്ക് എല്ലാ സങ്കടങ്ങളും മാറ്റി തരുന്ന കൊടങ്ങാള മാതാവിൻ്റെ അടുത്ത് പോയി ഔസപ്പച്ചൻ്റെ കടയിൽ നിന്ന് ഒരു മെഴുകുതിരി മേടിച്ച് കുട്ടിപ്പാട്ട് ഞാൻ പ്രാർത്ഥിച്ചു. എനിക്ക് ഇസബല്ലയോടുള്ള സ്നേഹം എങ്ങനെയെങ്കിലും ഒന്ന് തുറന്നു പറയാൻ ഒരു ഇച്ചിരി കൂടെ ധൈര്യം എനിക്ക് തരണ്ടേ. നന്നായിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ പുറലാരാ
അവള് മെഴുകരി എത്തിക്കാൻ നിൽക്കുന്നു. ഞങ്ങൾ കണ്ണുകൊണ്ട് ഇങ്ങനെ നോക്കി, അവള് പിന്നെ നോക്കി. ചേട്ടൻ ഞാൻ പഠിക്കുന്ന സ്കൂളിലല്ലേ പഠിക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്നെ എങ്ങനെ അറിയാം, ഞാൻ ചേട്ടനെ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന്. ഓ, അപ്പോഴെന്റെ ഇഷ്ടം ഇങ്ങനെ പറയാനായിട്ട് പൊങ്ങി വന്നു. പക്ഷെ മെഴുകുതിരി കത്തിച്ചെങ്കിലും എന്റെ മുമ്പിൽ ഇസബെല്ലെ കൊണ്ടു നിർത്തിയിട്ടും ആ മുട്ടടി മാറാനുള്ള ധൈര്യം മാതാവ് എനിക്ക് തന്നില്ല. പറഞ്ഞില്ലേ, പറഞ്ഞതേ ഇല്ലേ. ഇപ്പൊ എവിടെ ഉണ്ടപ്പോ? അവള് കല്യാണം കഴിച്ച് വല്ലയിടത്തും പോയി കാണും. 3-4 പിള്ളേരും ഒക്കെ ആയി. എന്റെ അത്രയുള്ള പിള്ളേരൊക്കെ ആയി കാണും. അവള് കൊച്ചിലെ കെട്ടിച്ചു നടക്കിയ ചന്തു ഒന്ന് കണ്ടപ്പോ ഒന്ന് പറഞ്ഞായിരുന്നു. ആണോ? പിന്നെ ഇക്കാര്യം റോസ്മേയുടെ ഒന്നും പറയരുത്. മായച്ചുകള ഞാൻ അങ്ങനെയൊന്നും പറയും കേട്ടോ, പറയരുത് കേട്ടോ. അല്ല ഇതിപ്പോ ചോദിക്കാനുള്ള കാര്യം, പൂക്കൾ കണ്ടപ്പോ ഇങ്ങനെ പ്രണയം ഉറപ്പാണ്. പൂക്കൾ കണ്ടപ്പോ എങ്ങനെ പ്രണയം ഓർക്കും? പൂക്കളാണല്ലോ പ്രണയിക്കുന്നവർക്ക് കൊടുക്കണം. എന്നിട്ട് നീ പറഞ്ഞ പൂക്കൾ കണ്ട എനിക്കൊന്നും തോന്നിയിട്ടില്ലെന്ന്. പിന്നെ ഈ പൂക്കൾ കണ്ടപ്പോ പ്രണയം തോന്നേണ്ട കാര്യം? അതെനിക്ക് ടെൻഷൻ തോന്നിയില്ല. ടെൻഷൻ തോന്നുമ്പോ എങ്ങനെ പ്രണയം വരും? ഒന്നുമില്ല റൊണാൾഡോ, മനുഷ്യന്റെ മൂഡ് പോയിരിക്കും. ഒന്നും മിണ്ടായിരിക്കും. മൂഡ് പോയിരിക്കും, എങ്ങനെ പ്രണയം വരും? എനിക്ക് പ്രണയം വന്നില്ലല്ലോ. സാധാരണ നമ്മൾക്കൊരു സംശയം ഒരാളോട് ചോദിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു കാര്യമായിട്ട് നമ്മൾ ബന്ധപ്പെടുമ്പോഴാണ്. മേ ബി ഇപ്പൊ എനിക്ക് കാറിന്റെ പണി അറിയത്തില്ല, ഒരാൾ കാറിന്റെ പണിക്ക് കൊണ്ടുവരുമ്പോൾ ഞാൻ ഇത് പണി വിട്ടു കൊടുക്കാൻ വിളിക്കാം, താജാ ഈ കാറിന്റെ പണി എങ്ങനെയാടാ? പ്രണയത്തെ കുറിച്ച് ഇപ്പൊ ചോദിക്കണമെങ്കിൽ ലുക്ക് ഒന്നുമില്ല, ഒന്നും ഉണ്ടാവരുത്. ഇനി ഇതാ പൂക്കടലോട്ട് വെച്ചേ. ഇപ്പൊ അവിടെ പോയി മനസ്സ്, ഇപ്പൊ മനസ്സവിടെ പോയി. ഞാൻ ഇസബെല്ലെ കുറിച്ച് ഇസബെല്ലെ കുറിച്ച് ആലോചിക്കുക. ഇസബെല്ലയുടെ രൂപമൊന്നും അറിയത്തില്ലല്ലോ. ഞാൻ ഒറ്റയ്ക്ക് പോയിരുന്നു ചായ കുടിച്ചോളാം. എന്റെ ഇസ ഇപ്പൊ എവിടെ ആയിരിക്കും? ഇസബെല്ല ഇവരോട് ചായ ഇടാൻ പോലും പഠിച്ചില്ല. നിന്നെ വെയിറ്റ് ചെയ്ത് ഇത്ര നേരം ഇവിടെ നിന്നേ. എന്താ നിനക്ക് എന്റെ അടുത്ത് ഒന്നും പറയാനില്ലേ? ഇല്ല, പറയാനാണല്ലോ ഞാൻ വിളിച്ചു. അപ്പൊ ഫോൺ എടുത്തില്ലല്ലോ. സത്യം പറ, എന്റെ അടുത്ത് നിനക്ക് പണക്കാണോ? ആണെങ്കി ഇല്ല, അറിയാൻ വേണ്ടി ചോദിച്ചത്. ദുബായിൽ പോവല്ലോ, അപ്പൊ അവിടെ വേറെ മുത്തുച്ചിപ്പിയൊക്കെ കാണും. ഞാൻ വേണമെങ്കിൽ എന്താ പിണക്കം ഉണ്ടെങ്കിൽ പിന്നെ ഇന്ന് തന്നെ ഈ അമ്പലത്തിലൊന്ന് തൊഴാൻ കാര്യം. അപ്പൊ എവിടെ പോയാലും നന്നായിട്ടിരിക്കട്ടെ എന്ന് വിചാരിച്ചു. അത് പ്രവർത്തിച്ച. ഞാൻ അറിഞ്ഞു റൊണാൾഡോ പറഞ്ഞായിരുന്നു ജോലിയൊക്കെ കിട്ടി പോവാന്ന്. എടി, അപ്പൊ നിനക്ക് എന്റെ അടുത്ത് പിണക്കമേ ഇല്ല? പിണക്കില്ലാത്തതാണോ പ്രശ്നം? അങ്ങനെയല്ലേ, സത്യം പറ, പിണക്കം ഇല്ലല്ലോ നിനക്ക്. പിണക്കം ഉണ്ടല്ലോ, ഇല്ലെങ്കിൽ എന്താ പോവല്ലേ? എടി, ഞാൻ അങ്ങനെ പോണില്ല. മുത്തിന് എന്റെ അടുത്ത് എത്രത്തോളം ഇഷ്ടമുണ്ടെന്ന് അറിയാൻ വേണ്ടിട്ട് മറ്റേ വിവേക് ദാസ് ഇല്ലേ, അവൻ എന്റെ അടുത്ത് ഒരു ഐഡിയ പറഞ്ഞില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ മതിയെന്ന്. അപ്പൊ പോണില്ലേ? എടി, ഞാൻ മുത്തേ നിന്നെയും ഈ നാടൊക്കെ വിട്ടിട്ട് ഞാൻ എങ്ങോട്ട് പോവാനാ? നീ അത് പറ. അങ്ങനെ എനിക്ക് പോകാൻ പറ്റുമോ? എന്നാ ഒന്ന് വിളിച്ചു പറഞ്ഞൂടെ? പറയാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പറയാന്ന് വിചാരിച്ചു. ഇനിയുണ്ടോ ഇങ്ങനത്തെ ടെസ്റ്റും ഇതും ഒക്കെ? ഇല്ല, ഇതോടെ ഞാൻ നിർത്തി. ഞാൻ അമ്പലത്തിന്റെ ഫ്രണ്ടിൽ നിന്ന് പറയാം, ഇനി ഇല്ല ഇങ്ങനത്തെ ടെസ്റ്റ് എന്ന് പറയുന്ന സാധനമേ ഇല്ല. ഈ കാര്യം മനസ്സിലായില്ല. മുത്തിന് എന്റെ അടുത്ത് ഇഷ്ടമുണ്ട് അല്ലേ? ഓ, ചുമ്മാ മനുഷ്യനെ ടെൻഷൻ എടുക്കും. ഞാനല്ല, വിവേക് ദാസ് അല്ലേ? വിവേദാസ്. അപ്പം പിണക്കൊന്നുമില്ലല്ലോ. ടാറ്റ. ശരി. Aliens.